ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട ഓംലെറ്റ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഓംലെറ്റ് കറി ഉണ്ടാക്കാനായിട്ട് 3 സബോള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി അത് 2 പൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് 2 തക്കാളിയാണ്. ഈ 2 തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണം. അപ്പോൾ നമ്മളൊരു പാനോ കടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കണില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ചേർക്കണം കേട്ടോ. നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചൂടായതിൻ്റെ അപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള വാടാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായി വാടിയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 1.25 ടീസ്പൂൺ വരെ കുരുമുളക് ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി എരിവ് ആവശ്യമുള്ള കാരണം 1.25 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് അരിച്ച് വെച്ച തക്കാളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വാടി വരണം. നമുക്കിതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം കറിയുടെ മുകളിൽ നിന്ന് കുറച്ച് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം. മുട്ടയൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. 5 മുട്ടയാണ് നമ്മൾ എടുത്തേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മിളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂണോളം ചതച്ച് വെച്ച മിളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ മുട്ട ഓംലെറ്റ് അടിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമുക്കിത് പൊട്ടിച്ചൊഴിച്ച് വെച്ചാൽ ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മുട്ട. നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് മൊരിയണ്ട. അപ്പോൾ ഈ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേശ്ശെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് മുറിച്ച കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുരിയണ്ടെന്ന് പറഞ്ഞത്. നമുക്കിത് ഇതേപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് തന്നെ മുട്ട ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മുരിയണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുക്കാം. പിന്നെ മുട്ട നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് പോവും. കാരണം ഇത് നമുക്ക് ആ കറിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മിളകൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട നന്നായി മൊരിയണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൊത്തിപ്പരുവല്ല മുട്ട ഓംലെറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ. ഇതിലേക്ക് അതിനുശേഷം നമുക്കിതേ മുട്ടയ്ക്ക് നന്നായി ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. മുട്ടയിലേക്ക് ഇതിൻ്റെ മറ്റേ എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കറി വെന്ത് നല്ല പോലെ ആയി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ചാറൊന്ന് വറ്റാൻ ഇത് കുറുകിയ പോലെ വരണം. അപ്പോൾ ചാറൊന്ന് വറ്റാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഓംലെറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.